ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാൻ ചീമേനി അഗ്നിരക്ഷാ നിലയത്തിൽ പുത്തൻ വിവിധോദ്ദേശ വാഹനമെത്തി. തദ്ദേശ സ്ഥാപന പ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ചീമേനി നിലയത്തിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. 3 മാസം മുമ്പ് പ്രവർത്തനം ആരംഭിച്ച ചീമേനി നിലയത്തിന് പുതിയ വാഹനം ലഭിച്ചതോടെ ഇടുങ്ങിയ വഴികളിലെ രക്ഷാപ്രവർത്തനത്തിന് പുത്തൻ കരുത്തായി മാറും. നിലവിലുള്ള വലിയ വാട്ടർ ടെൻഡറിന് പ്രദേശത്തെ ഇടുങ്ങിയതും വശങ്ങൾ കെട്ടിയതുമായ റോഡുകളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തത് വെല്ലുവിളിയായിരുന്നു. പുതുതായി ലഭിച്ച വാഹനം ഇടുങ്ങിയ പാതകളിലെ അടിയന്തര ജീവൻ രക്ഷാ പ്രവർത്തനങ്ങൾക്ക് വലിയ രീതിയിൽ സഹായകരമാകുന്നതാണ്. ചീമേനി നിലയത്തിൽ നടന്ന ചടങ്ങിൽ സന്ദീപ് വാര്യർ MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. പ്രത്യേകിച്ച് മഴയുടെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഈ തീയിനേക്കാൾ കൂടുതൽ ഇവിടെ നമ്മൾ ഭയപ്പെടേണ്ടത് മഴയെയാണ്. ഈ മഴയുടെ കാലഘട്ടത്തിൽ പല പ്രദേശങ്ങളും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അതുപോലെ തന്നെ പുഴ നിറഞ്ഞൊഴുകുന്ന സമയത്ത് വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യതയുള്ള പല പ്രദേശങ്ങളും ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉയർത്തുക എന്നുള്ളത് ഞങ്ങൾ പൊതുപ്രവർത്തകരുടെ ദൗത്യമാണ്, ഉത്തരവാദിത്തമാണ്. തീർച്ചയായിട്ടും ഇവിടെ സ്റ്റേഷൻ ഓഫീസർ പല കാര്യങ്ങളും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പഞ്ചായത്ത് വളരെ കാര്യക്ഷമമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സഹായിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. അതിന് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് വേണ്ടത്. നാട്ടിൽ ഒരു പുതിയ സംവിധാനം ഉണ്ടാകുമ്പോൾ സർക്കാർ മാത്രം വിചാരിച്ചാൽ മുന്നോട്ട് പോകില്ല. ജനങ്ങളുടെ കൂടി സഹകരണം അത്യാവശ്യമാണ്. അതിന് ഏറ്റവും നല്ല മാതൃക തന്നെയാണ് ഇവിടെ കയ്യൂർ ചീമേനിയിലെ ഈ ഫയർ സ്റ്റേഷൻ. അവർക്ക് കിടക്കാനുള്ള കിടക്കകൾ അല്ലെങ്കിൽ കട്ടിലുകളടക്കം ഇവിടുത്തെ ജനങ്ങൾ ആണ് സംഭാവന ചെയ്തിട്ടുള്ളതെന്ന് അറിയുന്നു. പിന്നെ അവരെ നാട്ടുകാരെയും അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. നമുക്ക് ഈ 13 വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങൾ അനുവദിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞു. അതിലൊന്ന് എന്തായാലും നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനം അത് നാളത്തെ. കയ്യൂർ ചീമേനി പഞ്ചായത്ത് പ്രസിഡന്റ് MP V ജാനകി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം P രവീന്ദ്രൻ, സ്റ്റേഷൻ ഓഫീസർ P വിനീത്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ GB ഫിലിപ്പ് എന്നിവർ പ്രസംഗിച്ചു. കാസർഗോഡ് ജില്ലയിൽ ചീമേനിക്കൊപ്പം ഉപ്പള നിലയത്തിലും ഒരു വിവിധോദ്ദേശ വാഹനം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.